ഇനി നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ച് സുധാകരന്റെ അനുകൂലികൾ കടുത്ത അതൃപ്തിയിലാണെന്ന് കണ്ണൂർ റിപ്പോർട്ടിൽ പറയുന്നു. കണ്ണൂരിൽ ഇന്ന് പ്രതിഷേധമുണ്ടാകാനും സാധ്യതയുണ്ടെന്ന് അജീഷ് ജയകുമാർ റിപ്പോർട്ട് ചെയ്യുന്നു. പറയൂ അജീഷ്, ഗുഡ് മോർണിംഗ്. SK, നമ്മൾ ഇന്നലെ വൈകിട്ട് വരെ കെ സുധാകരൻ ക്യാമ്പുമായി സംസാരിക്കുമ്പോൾ അവരെല്ലാം വലിയ സന്തോഷത്തിലായിരുന്നു. കെ സുധാകരനെ കണ്ണൂരിൽ മത്സരിക്കാൻ അവസരം കിട്ടും, സീറ്റ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ക്യാമ്പ് തുടർന്നിരുന്നത്. അവസാനം രാത്രി വരെയും അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ പോലും അർദ്ധരാത്രിയോടെ ചർച്ചകൾ തുടർന്നപ്പോൾ കെ സുധാകരൻ മത്സരിക്കേണ്ട എന്നൊരു തീരുമാനത്തിൽ ഹൈക്കമാൻഡ് എത്തുകയും ഈ കണ്ണൂരിലെ കെ സുധാകരൻ അനുകൂലികൾക്ക് അത് വലിയൊരു എതിർപ്പും ഉണ്ടാവുകയും ചെയ്തു, അതൃപ്തി ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും അവർ ഇപ്പോൾ കടുത്ത നിരാശയിലാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇതിലൊരു അന്തിമ തീരുമാനം അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ് കിട്ടുന്നത് വരെ കാത്തിരിക്കുകയാണ് കെ സുധാകരനെ പിന്തുണയ്ക്കുന്നവർ. എന്താണ് സംഭവിച്ചതെന്ന് ഇക്കാര്യത്തിൽ ഒരു വ്യക്തതയില്ല എന്ന് അവർ പറയുന്നുണ്ട്. കാരണം കെ സുധാകരൻ 12 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവർ മാധ്യമങ്ങളെ കണ്ട ശേഷം തുടർ നീക്കങ്ങൾ പരസ്യമായി തന്നെ പറയാമെന്നാണ് കെ സുധാകരനെ അനുകൂലിക്കുന്നവരും പറയുന്നത്. നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്, കണ്ണൂരിലും ഒപ്പം തന്നെ സണ്ണി ജോസഫിന്റെ മണ്ഡലമായ പേരാവൂരിലുമൊക്കെ KS ബ്രിഗേഡിന്റെ പേരിൽ വലിയ പോസ്റ്ററുകളും ഫ്ലക്സുകളും ഒക്കെ തന്നെ പ്രത്യക്ഷപ്പെട്ടത്. ഈ സണ്ണി ജോസഫിന് വേണ്ടി ഒട്ടിച്ച പ്രചരണ ഫ്ലെക്സിൽ പോലും അവരുടെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. നന്ദി ഇല്ലെങ്കിലും നന്ദികേട് കാണിക്കരുത് തുടങ്ങിയ ആവശ്യങ്ങൾ തുടങ്ങിയ ലേഖനങ്ങൾ എഴുതിക്കൊണ്ടായിരുന്നു ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. മാത്രമല്ല കനത്ത തിരിച്ചടി നേരിടേണ്ടി വരും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ഈ പോസ്റ്ററുകളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ സംസ്ഥാന നേതൃത്വത്തിന് കനത്ത ഒരു മുന്നറിയിപ്പ് നൽകുന്ന ഒരു നീക്കത്തിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ KSനെ അനുകൂലിക്കുന്നവർ പോയിരുന്നു. നമുക്കറിയാവുന്ന പോലെ KSന് കണ്ണൂർ രാഷ്ട്രീയത്തിൽ ശക്തമായിട്ടുള്ള സ്വാധീനമുണ്ട്. അത് 96-ൽ അദ്ദേഹം കണ്ണൂരിൽ ആദ്യമായി മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ മുതൽ അതിനുശേഷം ഇങ്ങോട്ട് KSന് ശക്തമായ സ്വാധീനമുള്ള സ്ഥലമാണ് കണ്ണൂർ ജില്ല. അന്ന് 96-ൽ മുൻ മന്ത്രിയായിരുന്ന N രാമകൃഷ്ണനെ തോൽപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം, N രാമകൃഷ്ണന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു 96-ൽ. അപ്പോൾ N രാമകൃഷ്ണന് പകരം അദ്ദേഹം കണ്ണൂർ സീറ്റിൽ വന്ന് മത്സരിക്കുകയും അന്ന് N രാമകൃഷ്ണൻ സ്വതന്ത്രനായി മത്സരിച്ച് തോൽക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം കണ്ണൂരിൽ അനിഷേധ്യനായിട്ടുള്ള ഒരു നേതാവാണ് കെ സുധാകരൻ. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഈ കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയുന്നത് പോലെ അദ്ദേഹം ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിന് സീറ്റ് കിട്ടുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഈ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കുമ്പോൾ അദ്ദേഹത്തിന് നൽകിയ ഉറപ്പായിരുന്നു കണ്ണൂർ സീറ്റിൽ മത്സരിപ്പിക്കാൻ ഒരു അവസരം കിട്ടുമെന്നുള്ളത്. പക്ഷേ അതിന്റെ നിരാശയുണ്ട്. ഏറ്റവും കൂടുതൽ ഈ പ്രവർത്തകരെ പ്രകോപിപ്പിക്കുന്നത് ഈ നിലവിൽ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിട്ടുള്ള TO മോഹനന്റെ പേരാണ്. നമുക്ക് അറിയാവുന്ന പോലെ അദ്ദേഹം കണ്ണൂർ കോർപ്പറേഷന്റെ മുൻ മേയറാണ്. അദ്ദേഹം ഈ കെ സുധാകരനുമായി അടുപ്പമുള്ള ആളല്ല. കെ സുധാകരനുമായി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.